Hi all, here I am discussing tunnel diode and its characteristics. Tunnel diode. It is also known as Izaki diode because it is invented by Leo Izaki in 1958. ടണൽ ഡയോഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ടണലിംഗ് എഫക്റ്റ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് ലിയോ ഇസാക്കി. സോ ടണൽ ഡയോഡ് ഇസ് ഓൾസോ നോൺ ആസ് ഇസാക്കി ഡയോഡ്. ഇതിൻ്റെ ബേസിക് സിമ്പലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് എ 2 ടെർമിനൽ ജംഗ്ഷൻ ഡിവൈസ്. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇസ് ആനോഡ് ആൻഡ് negative terminal is cathode. It is usually made up of germanium, gallium arsenide and gallium antimonide. ഇതിൻ്റെ മറ്റൊരു പോയിൻ്റ് ആയിട്ട് വരുന്നത് ഇറ്റ്സ് ഹെവിലി ടോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡാണ്. ടോപ്പിംഗ് കൂടുന്നു എന്ന് പറയുമ്പം ഇമ്പ്യൂരിറ്റീസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. സോ കൂടുതൽ ചാർജ് കാരിയേഴ്സ് ഉണ്ടാകുന്നു. പി ടൈപ്പിൽ ധാരാളം ഹോൾസും അതുപോലെ N ടൈപ്പിൽ ധാരാളം ഇലക്ട്രോൺസും വരുന്നു. ഇങ്ങനെ മോർ ചാർജ് കാരിയേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഈസ് വെരി നാരോ. വളരെ നാരോ ആയിട്ടുള്ള ഡിപ്ലീഷൻ റീജിയനാണ് ടണൽ ഡയോഡിൻ്റെ കേസിൽ ഉള്ളത്. ബിക്കോസ് ഓഫ് നാരോ ഡിപ്ലീഷൻ റീജിയൻ the carriers punch through the junction with a velocity of light even when they don't possess enough energy to overcome the potential barrier. അതായത് ചാർജ് കാരിയേഴ്സിന് ഈ ജംഗ്ഷൻ ഓവർകം ചെയ്യാനുള്ള എനർജി ഇല്ലെങ്കിൽ കൂടിയും നാരോ ഡിപ്ലീഷൻ റീജിയൻ ആയത് കാരണം ദേ ക്യാൻ പെനിട്രേറ്റ് ത്രൂ ഇറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇതിനെ ടണലിംഗ് എന്നാണ് പറയുന്നത്. ദിസ് മെത്തേഡ് ഓഫ് കണ്ടക്ഷൻ ഇൻ വിച്ച് ചാർജ് കാരിയേഴ്സ് ഹാവിംഗ് very little energy to punch through the barrier directly instead of climbing over. അതിനാണ് ടണലിംഗ് എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് ടണൽ ഡയോഡ്. ടണൽ ഡയോഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ടണലിംഗ് എഫക്റ്റ് ആണ്. അതിൻ്റെ ഫലമായിട്ട് ടണൽ ഡയോഡ് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് പ്രോസസ്സ് ചെയ്യും. സോ എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ്? നോർമലി നമുക്കറിയാം ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് കറണ്ട് വാല്യൂം കൂടും. അത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നെഗറ്റീവ് റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഇവിടെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്താൽ ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജിന് അക്കോർഡിംഗ് ആയിട്ടുള്ള കറണ്ട് വാല്യൂ ഈ പോയിന്റിലും സിമിലർലി ഈ ഒരു വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് വാല്യൂ ഈ പോയിന്റിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഇതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. അതായത് ടണൽ ഡയോഡിന് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടണൽ ഡയോഡിൽ വോൾട്ടേജ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് കറണ്ട് വാല്യൂ കുറയുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കൊരു ടണൽ ഡയോഡിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. A two-terminal device that exhibits a region of incremental negative resistance is called tunnel diode. ഇനി എങ്ങനെയാണ് ടണൽ ഡയോഡ് വർക്കിംഗ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ബിഫോർ ദാറ്റ് ഹിയർ ഐ ആം ഡിസ്കസിങ് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ഹൈലി ടോപ്ഡ് P type and N type. So for heavily topped P type semiconductor material there is a deficiency of electrons. അതായത് നമുക്കറിയാം ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺസ് കുറവായിരിക്കും, ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ദെർഫോർ വാലൻസ് ബാൻഡ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽഡ്, സോ ദർ ഇസ് എ ലെയർ ഓഫ് എംപ്റ്റി എനർജി ലെവൽസ്. അതുകൊണ്ട് തന്നെ P ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഹെവിലി ടോപ്ഡ് P ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കില്ല. അവിടെ ഒരു ലെയർ എംപ്റ്റി ആയിട്ടുള്ള എനർജി ലെവൽ കാണുന്നുണ്ട്. അതിൻ്റെ ഡയഗ്രാം, ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ തന്നിട്ടുള്ളത്.
ഇനി for heavily doped n-type semiconductor, there is an abundance of electrons and it fills the valence band as well as a layer of energy level at the bottom of conduction band. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ അബണ്ടൻസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അത് കാരണം അത് വാലൻസ് ബാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യും ആസ് വെൽ ആസ് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബോട്ടം ലെവലും ഇത് ഫില്ല് ചെയ്യും. ഇനി എങ്ങനെയാണ് ടണൽ ഡയോഡ് വർക്ക് ചെയ്യുന്നത്, ഹൗ ഇറ്റ് വർക്ക്സ്. ഇതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അൺബയാസ്ഡ് ടണൽ ഡയോഡ്, അതായത് ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് കൊടുക്കുന്നില്ല, എക്സ്റ്റേണലായിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നില്ല. ഈ ഒരു അൺബയാസ്ഡ് കണ്ടീഷനിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് ടണൽ ഡയോഡ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എനർജി ബാൻഡ് ഡയഗ്രാം തന്നെയാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയേ ഉള്ളൂ. ഇത് പി ടൈപ്പ്, എൻ ടൈപ്പ്, അതിൻ്റെ ഇടയിലുള്ള ചെറിയ നാരോ ബാൻഡ്. ഇവിടെ കാണുന്ന ഇ സി, ഇ വി, ഇ എഫ് എന്ന് പറയുന്നത് എനർജി ലെവൽസ് ആണ്. where EC is the conduction band energy level, EV is the valence band energy level and EF is the Fermi level. Corresponding to P ടൈപ്പിനും N ടൈപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ലെവൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ കേസിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റും ഇവിടെ നടക്കുന്നില്ല. സോ നോ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. ദെൻ ഇവിടെ conduction band of n-type material overlaps with valence band of p-type material due to heavy doping. Heavy doping കാരണം conduction band of n-type, n-typeൻ്റെ conduction bandും valence band of p-type are overlapped ആണ്. ഈ ഒരു ഓവർലാപ്പിംഗ് കാരണം n-ടൈപ്പിലുള്ള ഇലക്ട്രോൺസിനും p-ടൈപ്പിലുള്ള ഹോൾസിനും നിയർലി സെയിം എനർജി ലെവലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു അൺബയാസ്ഡ് കണ്ടീഷനിലുള്ള വോൾട്ടേജ് കറൻറ്റ് ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് V = 0 എന്നുള്ള കണ്ടീഷനിൽ കറണ്ട് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. അതായത് കറണ്ടും 0 ആണ്, വോൾട്ടേജും 0 ആണ്. ഇനി ചെറിയൊരു വോൾട്ടേജ് ടണൽ ഡയോഡിൽ അപ്ലൈ ചെയ്യാണ്. അറ്റ് ദാറ്റ് ടൈം സ്മാൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് ദി എൻ റീജിയൻ വിൽ ടണൽ ടു എംപ്റ്റി സ്റ്റേറ്റ്സ് ഓഫ് പി സൈഡ്. അതായത് എൻ റീജിയൻ എന്നുള്ള കണ്ടക്ഷൻ ബാൻഡിന് പി റീജിയനിലുള്ള എംപ്റ്റി സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസ് ടണൽ ചെയ്യും. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇലക്ട്രോൺസ് ടണൽ ചെയ്യും. വീണ്ടും വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറ്റ് എൻ സൈഡും ആൻഡ് ഹോൾസ് അറ്റ് പി സൈഡ്സ് ആർ ജനറേറ്റഡ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എൻ സൈഡിൽ ഇലക്ട്രോൺസും ജനറേറ്റ് ചെയ്യും, അതുപോലെ പി സൈഡിൽ ഹോൾസ് ജനറേറ്റ് ചെയ്യും. ബിക്കോസ് ഓഫ് ദിസ് ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ദ ഓവർലാപ്പിംഗ് ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഇൻക്രീസ്ഡ്. ഈ ഒരു വോൾട്ടേജിലുള്ള ഈ ഒരു ഇൻക്രീസ് കാരണം ഓവർലാപ്പിംഗ് ഇൻക്രീസ് ചെയ്യും. അതായത് കണ്ടക്ഷൻ ബാൻഡ് മുകളിലേക്കും പി ടൈപ്പിലെ വാലൻസ് ബാൻഡിലുള്ളത് താഴേക്കും. അപ്പോൾ ഈ ഒരു ഓവർലാപ്പിംഗ് പോർഷൻ ഇൻക്രീസ് ആവും. ഇങ്ങനെ വോൾട്ടേജ് കൂട്ടുന്നതിന് അനുസരിച്ച് എനർജി ലെവൽ ഓഫ് എൻ സൈഡ് കണ്ടക്ഷൻ ബാൻഡ് ബിക്കംസ് എക്സാക്ട്ലി ഈക്വൽ ടു എനർജി ലെവൽ ഓഫ് പി സൈഡ് വി ബി, അതായത് വാലൻസ് ബാൻഡ്. ആസ് എ റിസൾട്ട് മാക്സിമം ടണൽ കറൻറ്റ് ഫ്ലോസ്. ഇങ്ങനെ എൻ സൈഡിലുള്ള കണ്ടക്ഷൻ ബാൻഡും പി സൈഡിലുള്ള വാലൻസ് ബാൻഡും ഈക്വൽ ആവുന്ന സമയത്ത് മാക്സിമം ടണൽ കറൻറ്റ് ഫ്ലോ ചെയ്യും. ആ ഒരു കറണ്ട് ഒരു പീക്ക് വാല്യൂവിലെത്തും. അതിനെ പീക്ക് പോയിന്റിൽ ഒരു കറണ്ട് കിട്ടും കറസ്പോണ്ടിങ് ടു എ പീക്ക് വോൾട്ടേജ് വി പി.
ഇവിടെ ആക്ച്വലി ടണലിംഗ് ആണ് നടക്കുന്നത്. ഓവർലാപ്പിംഗ് നടക്കുന്നത് കാരണം ധാരാളം ഇലക്ട്രോൺസ് ഡിപ്ലീഷൻ റീജിയൻ പെനിട്രേറ്റ് ചെയ്ത് വരും. ഇത് നമ്മൾ വോൾട്ടേജ് കറണ്ട് ക്യാരയിൽ വരയ്ക്കുമ്പോൾ കറണ്ട് ഇവിടെ V=0 എന്നുള്ള പോയിന്റിൽ കറണ്ട് 0 ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടി ഒരു പീക്ക് വാല്യൂവിൽ എത്തുന്നു. ഈ ഒരു പീക്ക് പോയിന്റിനെയാണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു പീക്ക് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിനെ IP എന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീക്ക് വോൾട്ടേജിനെ VP എന്നും ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വീണ്ടും ഫോർവേഡ് വോൾട്ടേജ് ഫർദർ ഇൻക്രീസ് ചെയ്യാണ്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അതായത് എൻ സൈഡിലെ എനർജി ബാൻഡ് മുകളിലേക്ക് പോകും. ഇവിടെ ഈ ഒരു എനർജി ബാൻഡ് പിന്നെ മുകളിലേക്ക് പോകും. ഇത് താഴേക്ക് വരും. അതുകൊണ്ട് എൻ സൈഡിലെയും പി സൈഡിലെയും ഓവർലാപ്പിംഗ് മാറി അവിടെ ഒരു മിസ് അലൈൻമെൻറ്റ് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴും ഇലക്ട്രോൺസ് വന്ന് പെനിട്രേറ്റ് ചെയ്ത് പോവും. പക്ഷേ അതിൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കും. അതായത് ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ കുറയുകയാണെന്ന് പറയാം. അതായത് അവിടെ കറണ്ട് കുറഞ്ഞു വരികയാണ്. ഈ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. A slight misalign of conduction band and valence band takes place. A part of filled energy level zone n-type is raised to an energy level corresponding to a forbidden energy gap on p side. Since electron cannot tunnel to a forbidden energy level, the current due to tunneling decreases. ഇവിടെ VI കാരെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പീക്ക് പോയിന്റിൽ നിന്ന് പിന്നെ ഇങ്ങനെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു റീജിയൻ ഇതിനാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. വീണ്ടും വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കറണ്ട് കുറഞ്ഞ് അവിടെ ഒരു മിനിമം വാല്യൂവിലെത്തും. ആ ഒരു പോയിന്റിനെയാണ് വാലി പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിനെ വാലി കറണ്ട് എന്നും കറസ്പോണ്ടിങ് വോൾട്ടേജിനെ വാലി വോൾട്ടേജ് എന്നും പറയും. So current reaches to a minimum value IV when all the band filled energy levels at the bottom of conduction band on n side is raised to a level corresponding to the forbidden energy gap on p side. Tunneling current drops to 0. At this point, conduction band and valence band are no longer overlap. ടണൽ കറണ്ട് 0 ആകുമെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇനി ടണലിങ് ഇങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ടണൽ ഡയോഡ് ഓപ്പറേറ്റ്സ് ഇൻ ദ സെയിം മാനർ ആസ് ദി നോർമൽ PN ജംഗ്ഷൻ ഡയോഡ്. അതായത് ആ സമയ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്ത് നോർമൽ ഡയോഡ് പോലെ ആക്ട് ചെയ്ത് ഇത് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് ഇവിടെ മാർക്ക് ചെയ്തതുപോലെ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്തിട്ട് ടണൽ ഡയോഡ് ഒരു നോർമൽ ഡയോഡ് പോലെ ബിഹേവ് ചെയ്യും. ഇതിനെ നമുക്ക് നമ്മുടെ VI കാരയിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ ഒരു വാലി പോയിന്റിൽ നിന്ന് സാധാരണ നോർമൽ ഡയോഡ് പോലെ ഇത് ആക്ട് ചെയ്യും. ഇങ്ങനെയാണ് ടണൽ ഡയോഡിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇനി ടണൽ ഡയോഡിൻ്റെ കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് VI കാരയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഈ വർക്കിങ്ങിൽ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണ് നമുക്ക് VI ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്നത്. സോ ആസ് കറണ്ട് ഇൻക്രീസസ് the current increases as voltage increases due to quantum mechanical tunneling of electrons through depletion region. സോ ഇവിടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ശ്രദ്ധിച്ചാൽ X ആക്സിസിൽ വോൾട്ടേജും Y ആക്സിസിൽ
കറൻറ്റുമാണ് എടുക്കുന്നത്. സോ അൺബയാസ്ഡ് കണ്ടീഷനിൽ, അതായത് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യാത്ത കണ്ടീഷനിൽ കറണ്ടും ഇല്ല. അതായത് ഇവിടെ ഈ പറയുന്ന പോയിൻ്റ് എയിൽ 0 കറണ്ടാണ് എപ്പം അൺബയാസ്ഡ് കണ്ടീഷനിൽ. പിന്നെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ടണലിംഗ് നടക്കുന്നുണ്ട്. ടണലിങ്ങിൻ്റെ ഫലമായിട്ട് അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടണലിംഗ് നടക്കുന്ന റീജിയനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന കറണ്ടിനാണ് ടണലിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ദ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ത്രൂ ടണൽ ഡയോഡ് ഇൻക്രീസസ് ഫ്രം എ ടു ബി. ടണലിംഗ് നടക്കുന്ന റീജിയനിൽ ടിൽ എ പീക്ക് പോയിൻ്റ്, ഒരു പീക്ക് പോയിൻ്റ് വരെ ഈ ടണലിംഗ് എഫക്റ്റ് നടക്കും. ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിനാണ് പീക്ക് വോൾട്ടേജ് VP എന്ന് പറയുന്നത്. സിമിലർലി ആ ഒരു പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിനെയാണ് പീക്ക് കറണ്ട് IP എന്ന് പറയുന്നത്. ഈ പീക്ക് പോയിൻറ്റിന് ശേഷം വരുന്ന റീജിയനാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ബിക്കോസ് ഇവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ടിൽ ദ വാലി പോയിൻ്റ് വരെ അത് നടക്കുന്നുണ്ട്. ഈ ഒരു മിനിമം പോയിൻ്റായ വാലി പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് വാലി വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ കറസ്പോണ്ടിങ് കറണ്ടിനാണ് വാലി കറണ്ട് IV എന്ന് പറയുന്നത്. സോ ഫ്രം A to B the diode is under on condition. A to B എന്ന് പറയുന്നത് പീക്ക് പോയിൻ്റ് വരെയുള്ള റീജിയനിൽ ഡയോഡ് ഓൺ കണ്ടീഷനിലാണ് ആൻഡ് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് റെസിസ്റ്റൻസ്. ബട്ട് ഫ്രം പോയിൻ്റ് B, അതായത് പീക്ക് പോയിൻ്റ് മുതൽ കറണ്ട് ഡിക്രീസസ് ആസ് വോൾട്ടേജ് ഇൻക്രീസസ്. ദ ഡയോഡ് ഹാസ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഈ ഒരു റീജിയനിൽ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണ് ടണൽ ഡയോഡിനെ കാണിക്കുന്നത്. The region of negative resistance is an important property of the diode. In this region, instead of absorbing power, the diode produces power. And also, ഇവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ല. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ പറയുന്നത്. ടണൽ ഡയോഡിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ഓസിലേറ്റേഴ്സ് ഓപ്പറേറ്റ്സ് ഇൻ മൈക്രോവേവ് റീജിയൻ അപ് ടു 100 GHz. ഇനി ആഫ്റ്റർ ദിസ് വാലി വോൾട്ടേജ് the diode acts as a conventional diode as voltage increases. So ഇതാണ് ടണൽ ഡയോഡിൻ്റെ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദി വാല്യൂ ഓഫ് പീക്ക് കറണ്ട് IP ആൻഡ് വാലി കറണ്ട് IV ഡിറ്റർമൈൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി നെഗറ്റീവ് റെസിസ്റ്റൻസ്. ദ റേഷ്യോ ഓഫ് IP ആൻഡ് IV ഈസ് ദി ഫിഗർ ഓഫ് മെറിറ്റ് ഫോർ ടണൽ ഡയോഡ്. ഇവിടെ എംപിരിക്കൽ ഫോം ഓഫ് IV ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാണ്. അതായത് I = IP into V/Vp of exponential 1 minus V/Vp plus I0 exponential QV/KT. ഇതിൽ ഈ സെക്കൻഡ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോർമൽ തെർമൽ കറൻറ്റിനാണ്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് ടേമിന് നമുക്ക് നെഗറ്റീവ് ഡിഫറൻഷ്യൽ റെസിസ്റ്റൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. സോ അതിനുള്ള സ്റ്റെപ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ R = di/dv ഇൻവേഴ്സ്. നമുക്കറിയാം R എന്ന് പറഞ്ഞാൽ V/R ആണ്. സോ ഇവിടെ നെഗറ്റീവ് ഡിഫറൻഷ്യൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഇൻവേഴ്സ്, അതായത് di/dv ഇൻവേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു d/dv ഓഫ് IP into V/Vp e⁻1 minus V/Vp all inverse.
സോ ഇവിടെ ഡിഫറൻഷ്യൽ എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു വി ടു ഐ പി ഇൻറ്റു വി ബൈ വി പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം, അതായത് മൈനസ് 1 ബൈ വി പി ഇ റേസ് ടു 1 മൈനസ് വി ബൈ വി പി പ്ലസ് ഐ പി ബൈ വി പി ഇൻറ്റു ഇ റേസ് ടു 1 മൈനസ് വി ബൈ വി പി ഹോൾ ഇൻവേഴ്സ്. ഇതിൽ ഐ പി ബൈ വി പി ഇ റേസ് ടു 1 മൈനസ് വി ബൈ വി പിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടും ഐ പി ബൈ വി പി ഇ റേസ് ടു 1 മൈനസ് വി ബൈ വി പി ഇൻറ്റു മൈനസ് വി ബൈ വി പി പ്ലസ് 1 ഹോൾ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വി ബൈ വി പി മൈനസ് 1 ഇൻറ്റു ഐ പി ബൈ വി പി ഇ റേസ് ടു 1 മൈനസ് വി ബൈ വി പി ഹോൾ ഇൻവേഴ്സ്. സോ ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് ഡിഫറൻഷ്യൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ടണൽ ഡയോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ലോങ് ലൈഫ്, ഹൈ സ്പീഡ് ഓപ്പറേഷൻ, ലോ നോയ്സ്, low power consumption, and since there is a little capacitance associated with the junction, temperature effects are small. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് പറയുന്നത്? പ്രധാനമായിട്ടും പറയുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടണൽ ഡയോഡ് cannot be fabricated in large numbers. Also, being two terminal device, the input and output are not isolated from one another. ഇനി ടണൽ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ ടണൽ ഡയോഡ്സ് ആർ യൂസ്ഡ് ആസ് ലോജിക് മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിലാക്സേഷൻ ഓസിലേറ്റർ സർക്യൂട്ട്സ്. ടണൽ ഡയോഡ്സ് ആർ യൂസ്ഡ് ആസ് എൻ അൾട്രാ ഹൈ സ്പീഡ് സ്വിച്ച്. ടണൽ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ FM റിസീവേഴ്സ്. ഇതൊക്കെയാണ് ടണൽ ഡയോഡിൻ്റെ പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ടണൽ ഡയോഡിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇത് കൂടാതെ നമുക്ക് ടണൽ ഡയോഡിനെയും സാധാരണ PN ഡയോഡിനെയും ഒന്ന് കമ്പാരിസൺ ചെയ്യാം. ടണൽ ഡയോഡും PN ഡയോഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തേത് ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ലോ നോയ്സ് ഡിവൈസാണ്. അതേസമയം PN ഡയോഡ് മോഡറേറ്റ് നോയ്സ് ഡിവൈസാണ്. ടണൽ ഡയോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയൽസ് ജെർമേനിയം, അതുപോലെ ഗാലിയം ആർസനൈഡ് ഒക്കെയാണ്. PN ഡയോഡിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജെർമേനിയം, സിലിക്കൺ ഒക്കെയാണ്. ദെൻ ടണലിംഗ് കറൻറ്റ് കൺസിസ്റ്റ് ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് കാരണമാണ് അവിടെ ടണൽ കറൻറ്റ് ഉണ്ടാകുന്നത്. അതായത് ഇലക്ട്രോൺസ് ആണ് N സൈഡിൽ നിന്ന് P സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. പക്ഷേ PN ഡയോഡിൻ്റെ കേസിൽ മൈനോറിറ്റി കാരിയേഴ്സാണ് കറൻറ്റ് ഉണ്ടാവാനുള്ള കാരണം. അതായത് ഹോൾസ് ഫ്രം P സൈഡ് ടു N സൈഡ് മൂവ്മെൻ്റ് ആണ് കറൻറ്റിനുള്ള കാരണം. ഇനി P റീജിയനിലെയും N റീജിയനിലും ഡോപ്പിംഗ് ലെവൽസ് ആർ വെരി ഹൈലി ഡോപ്ഡ് ആണ് ടണൽ ഡയോഡ്. അറ്റ് ദ സെയിം ടൈം PN ഡയോഡ് ഡോപ്പിംഗ് ഈസ് നോർമൽ ഇൻ ബോത്ത് P ആൻഡ് N സൈഡ്സ്. ഇനി അറ്റ് എ സ്മാൾ വാല്യൂ ഓഫ് റിവേഴ്സ് വോൾട്ടേജ് എ ലാർജ് കറൻറ്റ് ഫ്ലോസ് ഡ്യൂ ടു ലാർജ് ഓവർലാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ആസ് എ ഫ്രീക്വൻസി കൺവേർട്ടർ. പക്ഷേ PN ഡയോഡിൽ നോക്കുമ്പോൾ ലീക്കേജ് കറൻറ്റ് ഈസ് എക്സ്ട്രീംലി സ്മാൾ അപ് ടു സർട്ടൈൻ റിവേഴ്സ് ബയാസ് വോൾട്ടേജ്, ഇൻക്രീസ് അബ്രപ്റ്റ്ലി ടു എക്സ്ട്രീം ഹൈ അറ്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അടുത്തത് ടണൽ ഡയോഡിന് ഇറ്റ് ഹാസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റിഫ്ലക്ഷൻ ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്. പക്ഷേ PN ഡയോഡിന് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഇല്ല. അടുത്തത് മെജോറിറ്റി കാരിയർ റെസ്പോൺസ് മച്ച് ഫാസ്റ്റർ ടു വോൾട്ടേജ് ചേഞ്ചസ്. ദിസ് ഈസ് സ്യൂട്ടബിൾ ഫോർ മൈക്രോവേവ് ആപ്ലിക്കേഷൻസ്.
At the same time, PN ഡയോഡിൻ്റെ കേസിൽ majority carriers does not respond so fast to voltage changes. This is suitable for low frequency applications only. അത്രയാണ് ടണൽ ഡയോഡും പി എൻ ഡയോഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ പറയുന്നത്. അവസാനമായിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ഡിഫറൻഷ്യൽ റെസിസ്റ്റൻസിൻ്റെ കുറച്ച് എക്സാമ്പിളാണ്. Examples of devices with negative differential resistance are tunnel diodes, gun diodes, and gas discharge tubes such as neon lamps and fluorescent lights. അതുകൂടാതെ circuits containing amplifying devices such as transistors and op-amps with positive feedback can have negative differential resistance. These are used in oscillators and active filters. സോ ഇത്രയാണ് ടണൽ ഡയോഡിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.